ആ അത് കളഞ്ഞ, ഇത് കളഞ്ഞിട്ടില്ല. കണ്ട ഇതിൻ്റെ സൗണ്ട് കേട്ടാ. അത് കളഞ്ഞ. വർഷങ്ങളായിട്ടുള്ള ഒരു പാരമ്പര്യമാണ് അത് കഞ്ഞിക്കുഴി കൃഷി. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഒരു വീട്ടിൽ പോലും കൃഷിയില്ലാത്തില്ല. അതുകൊണ്ടാണ് ഈ വിപണനം അസാധ്യമായിട്ട് തീരുന്നത്. ആർക്കും ഒന്നും വേണ്ട, എല്ലാവരും സ്വയം പര്യാപ്തരാണ്. നമ്മൾ കൃഷി ചെയ്ത് പരീക്ഷിക്കാത്ത ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ഈ മണ്ണിൽ ചെയ്യാൻ പറ്റാത്ത ഒന്നും തന്നെ ഇല്ല കൃഷി ചെയ്ത്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 95 വർഷങ്ങളിലാണ് ആദ്യം പച്ചക്കറി വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങിയത്. 94 ശേഷം അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന PP സ്വതന്ത്രൻ എന്ന ആളാണ് ഈ കൃഷി ഇങ്ങനെ വ്യാപകമാക്കാൻ വേണ്ടിയുള്ള സംരംഭം ആരംഭിച്ചു. അന്ന് ഈ പച്ചക്കറി വ്യാപകമാക്കാൻ വേണ്ടിയിട്ട് എല്ലാ വാർഡുകളിലും അയൽക്കൂട്ടങ്ങൾ സംഘടിപ്പിക്കുകയും ആ അയൽക്കൂട്ടങ്ങൾ വഴി വിത്ത് കൊടുക്കുകയും ആ വിത്ത് എല്ലാവരും ഒരു ദിവസം തന്നെ പാകുന്ന രീതിയിലുള്ള സംരംഭങ്ങളാണ് ആരംഭിച്ചത്. ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം കയർ ഫാക്ടറി ആയിരുന്നു. കയർ മേഖല അതിൻ്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളും പുറകോട്ട് വന്നതോടുകൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞത്. ആദ്യഘട്ടം എന്ന രീതിയിലായിരുന്നപ്പോൾ ഒരു 25% ആൾക്കാർ മാത്രമാണ് ഇത് ഉൾക്കൊണ്ടുവന്നത്. കാരണം ഇവിടെ ഇത് ചെയ്യാൻ പറ്റുമോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ധാരണ പലർക്കും ഉണ്ടായിരുന്നു. ഈ പരമ്പരാഗതമായി കൃഷി ചെയ്യുന്നവർ മാത്രമായിരുന്നു അന്നും ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മേഖലയിൽ നിന്ന് മാറി എല്ലാവരും കൃഷിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഞാൻ കൃഷിപ്പണിയിലോട്ട് ആയത് 99 മുതലാണ്. മറ്റ് ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ട് തകർന്ന് സാമ്പത്തിക ബാധ്യത വന്നതിന് ശേഷം ഒരു ഗതിയില്ലാത്ത അവസ്ഥ വന്നു. അതിനുശേഷം അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരുന്ന സ്വതന്ത്രനും കൃഷി ഓഫീസറും കൂടി എന്നെ ആവശ്യമാകുന്ന ഉപദേശങ്ങളൊക്കെ തന്ന് ഈ കൃഷിയിലോട്ട് ആക്കാൻ കാരണം അവരാണ്. ഞാൻ നല്ല രീതിയിൽ കൃഷി ചെയ്ത് ലാഭമില്ലാതെ പണിത് 3-4 കൊല്ലം കൊണ്ട് എനിക്കുണ്ടായിരുന്ന ഭാരിച്ച കടബാധ്യത തീർക്കാൻ കഴിയും. ഇപ്പോഴും കഴിയണത്തോളം കഴിവ് പോലെയൊക്കെ ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ കഞ്ഞിക്കുഴി പേര് പ്രധാന ലോകം അറിയപ്പെടുന്നില്ല, കേരളം മാത്രമല്ല എമ്പാടും അറിയപ്പെടാനുള്ള കാരണം സ്വതന്ത്രനാണ്. തൊണ്ണൂറ്റി 95 കാലഘട്ടങ്ങളിലാണ് കഞ്ഞിക്കുഴി പയർ കണ്ടുപിടിക്കുന്നത്. ലിമാബിൻ പയറും വെള്ളായനി ലോക്കലും കൂടി പരാഗണം നടത്തിയാണ് കഞ്ഞിക്കുഴി പയർ കണ്ടുപിടിക്കുന്നത്. 36-37 നീളവും 80 ഗ്രാമോളം ഒരു പയറിൻ്റെ തൂക്കമുണ്ട്. പയർ സോഫ്റ്റാണ്, അതുപോലെ തന്നെ പ്രതിരോധ ശക്തിയുണ്ട്. ഏത് കാലാവസ്ഥയിലും ചെയ്യാൻ പറ്റിയതാണ് കഞ്ഞിക്കുഴി പയർ. ഞാൻ 10ാമത്തെ വയസ്സിലാണ് കൃഷി തുടങ്ങിയത്. ഒരു 2 സെൻറ്റ് സ്ഥലത്തു നിന്നാണ് കൃഷിയുടെ തുടക്കം. സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് സ്കൂളിലേക്കുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടുമുറ്റത്തെ അടുക്കളത്തോട്ടത്തിൽ നിന്നായിരുന്നു എടുക്കുന്നത്. അതായത് എനിക്ക് സർക്കാർ ജോലി കിട്ടിയിട്ടും അഹങ്കാരം കൊണ്ട് പറയല്ല, കിട്ടിയിട്ടും നമ്മൾ കൃഷിയിൽ ഉറച്ചേക്കുന്ന കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. കൃഷിയും കലയായിരുന്നു എനിക്കിഷ്ടം. ഞാൻ 10,000-ലധികം ശൈലി മൃദംഗം വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷി ഒന്നും തന്നെ നമുക്ക് നല്ല പച്ചക്കറികളും കൊടുക്കാൻ പറ്റും. നമുക്ക് ഉണ്ടായി കിടക്കുന്നത് തന്നെ നമുക്ക് ഏറ്റവും നല്ല മനസ്സിന് തന്നെ നല്ല സന്തോഷമാണ്. കഞ്ഞിക്കുഴിയിൽ എല്ലാ വീട്ടിലും തന്നെ, ഏത് വീട്ടിലാണ്, ഒരു ചട്ടിക്കകത്തല്ല ഒരു ബക്കറ്റിലാണേലും അവർ എന്തെങ്കിലും ഒന്ന് കുഴിച്ചു വയ്ക്കും. അത് കഞ്ഞിക്കുഴിയുടെ ഒരു പ്രത്യേകതയാണ്. ഞങ്ങളിവിടെ എല്ലാത്തരം കൃഷികളും ചെയ്യുന്നുണ്ട്, എല്ലാ കൃഷിയുണ്ട്. ശീതകാല പച്ചക്കറികൾ വരെയുണ്ട്. അവിടെ കാണാം കാബേജും കോളിഫ്ലവറും ഒക്കെ ഉണ്ടായി കിടപ്പുണ്ട്. അങ്ങനെ എല്ലാ കൃഷിയുണ്ട്. വാഴ, ഇടവിളകളെല്ലാം, തെങ്ങ്, ജാതി, എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്നും കൃഷിഭവനിൽ നിന്നും ഈക്വലായിട്ടുള്ള പിന്തുണ കിട്ടുന്നു. ഇപ്പം തന്നെ കൃഷിഭവനിൽ നിന്ന് ഞങ്ങൾക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചേന, ചേമ്പ്, കാച്ചിലെല്ലാം ലഭിച്ചിട്ടുണ്ട്. അതിനിടാനുള്ള സർവ്വ വളങ്ങളും കിട്ടിയിട്ടുണ്ട്. നാളെ അവരതിൻ്റെ ലേബറിനെ തരും. നമ്മൾ പൈസ കൊടുക്കണ്ട, 2 ആളുകൾ വന്ന് അത് നമുക്ക് കിളച്ച് വെച്ച് തരും. അങ്ങനെ അതാണ് കൃഷിഭവൻ്റെ സപ്പോർട്ടിങ്. പിന്നെ പഞ്ചായത്താണ് ഇതൊക്കെ
നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി സഹായങ്ങൾ എല്ലായിടത്തു നിന്ന് ലഭിക്കാറുണ്ട്. പഞ്ചായത്തുകാർ നമ്മളിപ്പോൾ ഓരോ സമയത്ത് ഓരോ കൃഷികൾ ചെയ്യണവർ പറഞ്ഞു തരും. ഇടവിള കൃഷി, കൂർക്ക, കിഴങ്ങ് വർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള ആനുകൂല്യങ്ങളും അതിൻ്റെ ഫണ്ട് അനുവദിച്ച് കിട്ടുമ്പോൾ അതിൻ്റെതായ ക്ലാസ് എടുത്ത് തരും. പിന്നെ പച്ചക്കറി കൃഷിയുടെ ആനുകൂല്യത്തിന് ആ പച്ചക്കറി കൃഷിയെ പറ്റിയിട്ട് ചെയ്യാനുള്ളതിനെല്ലാം യോഗം വിളിച്ചു കൂട്ടി അതിൻ്റെ മീറ്റിംഗ് നടക്കുകയൊക്കെ ചെയ്യും, അതിന് പോകും. അപ്പോൾ നമ്മൾ ഓരോ സമയത്ത് ഓരോ കൃഷികൾ ചെയ്യാനുള്ളതൊക്കെ അതിൻ്റെ ക്ലാസ്സും എല്ലാം കൃഷിഭവൻകാർ, പഞ്ചായത്ത്, അങ്ങനെ ആനുകൂല്യങ്ങളെല്ലാം പഞ്ചായത്തുകാരും ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും ഈ കൃഷിക്കാർ വിജയിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത്, കൃഷിഭവൻകാർ അങ്ങനെ അവരെന്നെ പുറലോകം കാണിച്ച് പൊക്കിക്കൊണ്ട് വന്നതാണ്. ഇവിടെ ഈ മണ്ണെന്ന് പറയുന്നത് ചുരിമണലാണ്. കാരണം വെള്ളമൊഴിച്ചാൽ വെള്ളം താഴത്തോട്ട് ഊർന്നു പോവുകയും അതിന് യാതൊരുവിധ ഫലപുഷ്ടിയുള്ള മണ്ണല്ല. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. കാരണം വളം ഇട്ട് കൊടുത്താൽ മാത്രമേ ആ മണ്ണിന് ഫലപുഷ്ടി ഉണ്ടാവുള്ളൂ. ആ ഫലപുഷ്ടി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ശരിയായ വളം ഇട്ട് കൊടുക്കണം. അത് ശരിക്കും കർഷകനെ സംബന്ധിച്ച് ലാഭകരമല്ല. കാരണം എന്നും നനച്ചില്ല എങ്കിൽ ഇത് ഉണങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃഷിക്കാരന് അത് ആദായകരമല്ലാത്തത് കൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വന്നത്. ഒരു ചെടി വളർന്ന് കായയുടെ വിളവെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഈ പ്രാണികളും കീടങ്ങളും ഒക്കെ വന്ന് ആക്രമിക്കും. ഈ സമയത്ത് കൊടും വിഷം തെളിച്ച് കൊടുത്ത് ഇതൊക്കെ ചത്തുപോകും. അപ്പോൾ നല്ല ഭംഗിയുള്ള കായ്കൾ കിട്ടും. പക്ഷേ ഇത് വാങ്ങിച്ച് നമ്മുടെ കുട്ടികൾക്ക് അരിഞ്ഞ് കറി വെച്ച് കൊടുക്കുകയും ചെയ്താൽ അതിനേക്കാൾ വലിയൊരു ദ്രോഹമില്ല. അങ്ങനെ ഒരു മനുഷ്യദ്രോഹമാണ് അത്തരം കൃഷി ചെയ്യുന്നത്. കഞ്ഞിക്കുഴി സമയത്തോളം ആരും, അത് പഞ്ചായത്തിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശമുണ്ട്, ഒരു കാരണവശാലും ഇത് കീടനാശിനി അടിക്കരുതും, രാസവളം പ്രയോഗിക്കരുതും, ജൈവവളം കൊണ്ട് ഉൽപ്പാദിപ്പിച്ച. അപ്പോൾ അത് കാരണം അതൊരു അല്പം വില കൂട്ടി കിട്ടും. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, പിന്നെ മത്സ്യവളം, അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റ്, പിന്നെ ഉള്ളത് ചകിരിച്ചോറ് കമ്പോസ്റ്റ്. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നല്ല വിളവ് കിട്ടുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ പലർക്കും നല്ല മാർക്കറ്റിംഗ് ഉണ്ട്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലുണ്ടാക്കുന്ന പച്ചക്കറികൾ കൃഷിക്കാരനും പറയുന്ന വിലയ്ക്കാണ് എടുക്കുന്നത്. അല്ലാതെ കണ്ട് കടക്കാരനും പറയുന്ന വിലയ്ക്ക് നമ്മൾ പച്ചക്കറി കൊടുക്കാറില്ല. ഒരു വാഴ കുലച്ചെന്നാൽ ആ വാഴയിൽ നിന്ന് ഞാൻ ആദായം എടുക്കുന്നത് വാഴ ചുണ്ട് ഇങ്ങോട്ട് കായ കഴിഞ്ഞ് ചുണ്ട് കിട്ടുമല്ലോ. ഒരുമാതിരി വണ്ണമുള്ള ചുണ്ടാണെങ്കിൽ 50 രൂപ കിട്ടും. പിന്നെ കൊല വെട്ടിക്കഴിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് പിണ്ടിക്ക് 120 രൂപയ്ക്ക് വെച്ച് ആലപ്പുഴക്കാർ കൊണ്ടുപോകും. ആ പെണ്ടിക്ക് കാശ്, പോക്കായ്ക്ക് കാശ്, കൊലക്ക് കാശ്. പിന്നെ ഇതിൻ്റെ കഷ്ണം പച്ചയുടെ അരിഞ്ഞ് അടുത്ത വാഴയ്ക്ക് വളമാകും. അപ്പോൾ ഒരു വാഴയുടെ തട അരിഞ്ഞെടുത്താൽ 2 വാഴയ്ക്ക് വളമുണ്ട്. അപ്പോൾ ഏതും നമ്മൾ ചെയ്തെങ്കിലേ വരുമാനം കിട്ടുകയുള്ളൂ. അത് ചെയ്യണം, അതിനെ നമ്മൾ സ്നേഹിക്കണം. അത് സ്നേഹിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആദായം ഇങ്ങോട്ട് കിട്ടും. അതിനൊന്നും ചെയ്തില്ല നമുക്കൊന്നും കിട്ടിയില്ല. തലമുറകൾ ചെയ്യാനാണ് നമ്മൾ ഈ പ്രായമാണെങ്കിലും ചെയ്ത് കാണിച്ചു കൊടുക്കണം, അല്ലേ? നമ്മളിപ്പോൾ ഈ പ്രായമാണെങ്കിലും നമ്മൾ പ്രായമാണെന്നും പറഞ്ഞ് എന്നെപ്പോലുള്ള ഈ പരിസരത്ത് എല്ലാവരും വെറുതെ ഇരിക്കുക. എന്താ വെച്ചാൽ നമ്മൾ വെട്ടിയും കളച്ച് നടക്കുന്നത് കൊണ്ടാണ് എനിക്ക് ക്ഷീണയിൽ നടക്കുന്ന എല്ലാവരും പറയണം. അപ്പോൾ അത് കണ്ടുകൊണ്ട് എല്ലാവരും തലമുറകൾ ചെയ്യും പിള്ളേർ. ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും കുഞ്ഞുങ്ങളെ കൊണ്ട് കൃഷി ചെയ്യിക്കണുണ്ട്. ഒരു പയ്യനാണെങ്കിൽ പോലും ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവരെവിടെയാണ് കൃഷി ചെയ്തതെന്ന് അറിഞ്ഞിട്ട് അവനെ പ്രോത്സാഹിപ്പിച്ച് അവൻ്റെ പടമൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ അതുപോലെ പത്രങ്ങളിൽ കൊടുത്തു കഴിയുമ്പോൾ ശരിക്കും അവന് തോന്നും ഞാൻ ഇത്രയും നല്ലൊരു കൃഷിക്കാരനാണല്ലോ എന്നൊരു അംഗീകാരം കിട്ടിയെന്ന് ആകുമ്പോഴാണ് അവൻ വലുതായി വരുന്നത്. അല്ലാതെ കണ്ട് നമ്മൾ അവനെ ഒരു 2 പപ്പരയില വെച്ചിട്ടുള്ള 2 വെണ്ടയിൽ വെച്ചിട്ടുള്ള വെച്ച് നടന്നിട്ട് കാര്യമില്ല. കാരണം അവനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മനസ്സ് വേണം. അപ്പോൾ സ്വാഭാവികമായി ആത്മവിശ്വാസം കൂടുന്നു, കൃഷി ചെയ്യാൻ താല്പര്യം കൂടുന്നു, അതിൽ നിന്ന് വരുമാനം നല്ലത് കിട്ടുന്നതുകൊണ്ട് തന്നെ കൃഷി ഒരു വലിയ വരുമാന മാർഗമായി മാറുന്നു. ഇന്ന് ഗൃഹകേന്ദ്രീകൃത പച്ചക്കറി കൃഷിയിൽ നിന്നൊരു വാണിജ്യ കൃഷിയിലേക്ക് കഞ്ഞിക്കുഴി പതുക്കെ നടന്നു കയറുകയാണ്. മണ്ണും മനസ്സുകൊണ്ട് എന്തും നമുക്ക് ചെയ്യാം.